തലയിൽ മുണ്ടിട്ട് പ്രവർത്തിക്കുക എന്നൊരു പ്രയോഗം മലയാള ഭാഷയിലുണ്ട്. നിയമവിരുദ്ധമൊന്നും അല്ലെങ്കിലും സാമൂഹിക അംഗീകാരമില്ലാത്ത പ്രവർത്തികൾ ചെയ്യുന്നതിനെയാണ് ഈ തലയിൽ മുണ്ടിട്ട് പ്രവർത്തിക്കുക എന്ന പ്രയോഗം സൂചിപ്പിക്കുന്നത്. ഒരു 10-35 കൊല്ലത്തിന് മുമ്പ് കേരളത്തിലെ ഗ്രാമപ്രദേശങ്ങളിലൂടെ അല്ലെങ്കിൽ ചില ഇടവഴികളിലൂടെയൊക്കെ നമ്മൾ നടക്കുമ്പോൾ ഒരു തോർത്ത് തലയിൽ ഇങ്ങനെ ഇട്ട് പരിചയക്കാരെ കാണുമ്പോൾ അതിൻ്റെ അറ്റം വെച്ച് ഇങ്ങനൊന്ന് മുഖം മറച്ച് ചില പ്രത്യേക സ്ഥാപനങ്ങളിലേക്ക് കടകളിലേക്കൊക്കെ കയറിപ്പോകുന്ന ആൾക്കാരെ കാണാം. അവരകത്തേക്ക് കയറി അവരുടെ കാര്യങ്ങളൊക്കെ സാധിച്ച് തിരിച്ചിറങ്ങുമ്പോൾ ഈ തല വഴി മൂടിയിട്ടിരുന്ന മുണ്ട് കാണില്ല, ഉടുത്തിരുന്ന മുണ്ടും ചിലപ്പോൾ കാണില്ല, ചിലപ്പോൾ ശരിക്കും ഒരു പാമ്പായി ഇഴഞ്ഞായിരിക്കും വരുന്നത്. ഇത് ഏതാണ്ട് അതേ അവസ്ഥയിലാണ് തലയിൽ മുണ്ടിട്ടാണ് ഇന്ന് കേരളത്തിലെ രാഷ്ട്രീയക്കാർ പലരും PR കമ്പനികളുടെ ഓഫീസിലേക്ക് പോകുന്നത്. ഈ PR കമ്പനി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് നിരോധിക്കപ്പെട്ട പ്രസ്ഥാനമാണ്. PR കമ്പനി എന്ന് പറഞ്ഞാൽ പബ്ലിക് റിലേഷൻസ് സ്ഥാപനങ്ങളാണ്. ഈ PR കമ്പനിയിൽ നടത്തുന്നവരെന്താ നികൃഷ്ട ജീവികളാണോ? അവരത്ര വെറുക്കപ്പെടേണ്ടവരാണോ? അതോ അവർക്കെന്തെങ്കിലും ഈ തൊട്ടുകൂടായ്മ വല്ലതും ഉണ്ടോ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഏറ്റവും ഒടുവിൽ കേരളത്തിലിപ്പോൾ സജീവമായിരിക്കുന്ന വിവാദം എന്ന് പറയുന്നത് ഹിന്ദു ദിനപത്രത്തിൽ ഒരു അഭിമുഖം പ്രസിദ്ധീകരിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു PR കമ്പനിയുടെ സഹായം സ്വീകരിച്ചു എന്നുള്ളതാണ്. ആദ്യമേ തന്നെ ഞാനൊരു കാര്യം പറയാം. ഇത് മുഖ്യമന്ത്രിയെ ന്യായീകരിക്കാനായിട്ട് ഞാൻ ഇറക്കുന്ന ഒരു ക്യാപ്സൂളൊന്നുമല്ല. യഥാർത്ഥത്തിൽ എനിക്ക് അദ്ദേഹത്തിനോട് നീരസമാണ് തോന്നുന്നത്. സ്വന്തം ഇൻ്റർവ്യൂ പ്രസിദ്ധീകരിക്കാൻ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെ സഹായം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറയാനുള്ള ധൈര്യം ഇരട്ടച്ചങ്കൻ എന്നൊക്കെ പറയുന്ന ശ്രീ പിണറായി വിജയൻ കാണിക്കേണ്ടതല്ലേ? അദ്ദേഹം തെറ്റൊന്നും കാണിച്ചില്ലല്ലോ. അദ്ദേഹം പറയുന്നു ഞാൻ PR കമ്പനിയുടെ സഹായം സ്വീകരിച്ചിട്ടേ ഇല്ലെന്ന്. പക്ഷേ അഭിമുഖം പ്രസിദ്ധീകരിച്ച ഹിന്ദു പറയുന്നത് ഒരു PR കമ്പനി വന്ന് മുഖ്യമന്ത്രിയുടെ അഭിമുഖമുണ്ട്, പ്രസിദ്ധീകരിക്കാമോ എന്ന് തങ്ങളോട് ഇങ്ങോട്ട് ചോദിക്കുകയായിരുന്നെന്നും അങ്ങനെയാണ് ഈ അഭിമുഖം പ്രസിദ്ധീകരിച്ചതെന്നുമാണ്. അതവിടെ ഇരിക്കട്ടെ, മുഖ്യമന്ത്രിയുടെ മാത്രം വിഷയമല്ല. ഈ ലോകത്തിൽ, ഇന്ത്യയിൽ, കേരളത്തിലല്ല, ഇന്ത്യയിലുമല്ല, ലോകത്തിൽ തന്നെ എല്ലാ പ്രമുഖ രാഷ്ട്രീയക്കാരും PR കമ്പനികളുടെ സഹായം സ്വീകരിക്കുന്നു, പൊളിറ്റിക്കൽ അഡ്വൈസറികളുടെ സഹായം സ്വീകരിക്കുന്നു. ഇതൊക്കെ മാറുന്ന കാലത്തിൻ്റെ ഒരു പ്രത്യേകതകളാണ്. അമേരിക്കൻ പ്രസിഡന്റ് സാക്ഷാൽ ജോ ബൈഡൻ, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, ഇനി ഒന്നും വേണ്ട, ചൈനീസ് പ്രസിഡന്റ് സി ജിൻപിങ്ങിന് വരെ PR കമ്പനികളുണ്ട്. ഇത് അത്ര വലിയ തെറ്റൊന്നുമല്ല. എന്താണ് ഈ PR കമ്പനികൾ ചെയ്യുന്നത്? ആരാണ് അവിടെ ജോലി ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് PR കമ്പനികളുടെ സേവനം നേടാൻ വലിയ ഉന്നതരായ വ്യക്തികൾ, അത് രാഷ്ട്രീയക്കാരാവാം, സിനിമാ പ്രവർത്തകരാകാം, സ്പോർട്സ്മാൻ ആവാം, ബിസിനസ്സുകാരാവാം, എന്തിനാണ് ഇവരൊക്കെ ഈ PR കമ്പനികളുടെ സഹായം സ്വീകരിക്കുന്നത്? എന്താണ് ഇത്, ഈ ഒരു PR കമ്പനികളുടെ പ്രത്യേകത? നമുക്കറിയാവുന്ന പബ്ലിക് ഡൊമൈനിലുള്ള വിവരങ്ങൾ, പിന്നെ പത്രപ്രവർത്തകനെന്നും ഉള്ള നിലയിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ വെച്ച് നമുക്ക് ഒന്ന് വിശകലനം ചെയ്യാം. ഉൾക്കാഴ്ചകളിലേക്ക് സ്വാഗതം. ഞാൻ ഹരികുമാർ. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ പബ്ലിക് റിലേഷൻസ് കമ്പനി എന്നാണ് PR കമ്പനികളുടെ മുഴുവൻ പേര്. PR എന്നുള്ളതൊരു ചുരുക്കപ്പേരാണ്. എന്താണ് ഇവർ ചെയ്യുന്നത്? കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം, രാഷ്ട്രീയക്കാരുടെ അല്ലെങ്കിൽ മറ്റ് പ്രമുഖ വ്യക്തികളുടെ ആശയവിനിമയം സുഗമമാക്കുന്ന പ്രവൃത്തിയാണ് ഇവർ ചെയ്യുന്നത്. അതായത് ആശയവിനിമയം കുറച്ചുകൂടെ ക്ലിഷ്ടതയോടുകൂടി, കുറച്ച് ചുരുക്കത്തിൽ. ഇപ്പം ചിലർക്ക് സ്വന്തം ഭാഷയുടെ അല്ലാതെ മറ്റൊരു ഭാഷയും അറിയാൻ വയ്യാത്തവരാണ്. ഉദാഹരണത്തിന് കേരളത്തിലെ പല നേതാക്കന്മാർക്കും ഇംഗ്ലീഷോ ഹിന്ദിയോ ഒരു വിവരവുമില്ല. അപ്പം ഈ രണ്ട് ഭാഷകളിൽ എന്തെങ്കിലും ഈ ഭാഷ സംസാരിക്കുന്ന പ്രദേശങ്ങളിൽ പോയിട്ട് സംസാരിക്കണമെങ്കിൽ ഒക്കെ PR കമ്പനികളുടെ സഹായം വേണം. അപ്പോൾ ഒരു ചോദ്യമുണ്ട്. കേരള സർക്കാരിന് ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടല്ലോ, പിന്നെന്തിനാണ് പുറത്തുനിന്ന് സേവനം? അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് തന്നെ ഈ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിന് പുറമേ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ കമ്മ്യൂണിക്കേഷൻസ് വിഭാഗമുണ്ട്. പിന്നെ എന്തിനാണ് ഈ പുറത്തുനിന്നുള്ള ഏജൻസികളുടെ സഹായം സ്വീകരിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്.
അപ്പം ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കുക. കേരള സർക്കാരിന് നിയമവകുപ്പുണ്ട്. കോടതികളിൽ നോക്കിക്കഴിഞ്ഞാൽ APPമാരുണ്ട്, അസിസ്റ്റൻറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടർമാർ. PP പബ്ലിക് പ്രോസിക്യൂട്ടർമാരുണ്ട്. ഹൈക്കോടതി പോയാൽ പല സർക്കാർ കൗൺസിലുകളുണ്ട്. അതുകൂടാതെ പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറലുണ്ട്, അസിസ്റ്റൻറ്റ് പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറലുണ്ട്, പിന്നെ സാക്ഷാൽ അഡ്വക്കേറ്റ് ജനറലും ഉണ്ട്. എന്നാലും സുപ്രീം കോടതിയിലെയൊക്കെ പ്രഗത്ഭരായ അഭിഭാഷകരെ പല കേസുകൾക്കും സംസ്ഥാന സർക്കാർ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാരായും മറ്റു പല രീതിയിലും അപ്പോയിൻ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഹരീഷ് സാൽവി, അതല്ലെങ്കിൽ മുകുൾ റോഹ്തഗി, അതല്ലെങ്കിൽ കപിൽ സിബൽ, അങ്ങനെ പല പ്രഗത്ഭരും സംസ്ഥാനത്തെ കേരള സർക്കാരിന് വേണ്ടി വാദിക്കാനായിട്ട് എത്തുന്നു. വലിയ തുക കൊടുത്തിട്ടാണ് ഇവരെ അപ്പോയിൻ്റ് ചെയ്യുന്നത്. എന്തിനാണ് ഇവരെ അപ്പോയിൻ്റ് ചെയ്യുന്നത്? ഇവിടെ കേരളത്തിൽ വക്കീലന്മാരില്ലാത്തതുകൊണ്ടാണോ? അപ്പോൾ അതിൻ്റെ കാരണമുണ്ട്. ചില മേഖലകളിൽ പ്രഗത്ഭരായ ആൾക്കാർ അവരുടെ സഹായം സ്വീകരിക്കേണ്ടത് അവരുടെ ആവശ്യമല്ല, കേരളത്തിൻ്റെ സർക്കാരിൻ്റെ ആവശ്യമാണ്, നിലനിൽപ്പിൻ്റെ ആവശ്യമാണ്. നേതാക്കന്മാരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമല്ല, അവരുടെ തടി അവർക്ക് രക്ഷിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഇവരുടെയൊക്കെ സഹായം സ്വീകരിക്കുന്നത്. അതുപോലെ തന്നെയാണ് പബ്ലിക് റിലേഷൻസിൻ്റെയും. ഇത് മാത്രമല്ല, ഇപ്പോൾ ഉദാഹരണത്തിന് പിന്നെ ധനകാര്യ വകുപ്പിൽ എന്തിനാണ് ഉപദേഷ്ടാക്കളായിട്ട് മുഖ്യമന്ത്രി എന്തിനാണ് നേരത്തെ ഇപ്പോൾ IMFൻ്റെ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള ഗീതാ ഗോപിനാഥിനെ നിയമിച്ചത്? അവരുടെ പ്രാഗൽഭ്യം, അവരുടെ ബന്ധങ്ങൾ, ഇതൊക്കെ കേരളത്തിന് വേണ്ടി ഉപയോഗിക്കാനാണ്. അതിൽ തെറ്റൊന്നുമില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് ചെയ്യാറുണ്ട്, അമേരിക്കൻ പ്രസിഡൻറ്റും ചെയ്യാറുണ്ട്, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കുമുണ്ട് PR ഏജൻസിയൊക്കെ. ഇതിൽ പ്രത്യേകിച്ച് തെറ്റോ? എന്തിനാണ് ഈ വിവാദം? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ കേരളത്തിൽ പ്രവർത്തിക്കുന്ന PR ഏജൻസികൾ എല്ലാവരോടെ ചേർന്ന് ഒരു തീരുമാനമെടുക്കുക. ഞങ്ങളുടെ സേവനം വേണമെങ്കിൽ അത് ഒളിച്ചും പാത്തും പതുങ്ങിയൊന്നും ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ സേവനം വേണമെങ്കിൽ ഞങ്ങളുടെ സേവനം ഉപയോഗിക്കുന്നുവെന്ന് വ്യക്തമായി പറയാനുള്ള തൻ്റെ ഇടം ഇരട്ടച്ചങ്കുള്ളവർക്ക് മാത്രമേ ഞങ്ങൾ സേവനം കൊടുക്കുന്നുള്ളൂ എന്ന് തീരുമാനിച്ചാൽ ഈ കമ്പനികൾക്കൊന്നും പറ്റത്തില്ല. അവർക്ക് വേറെ ഒരുപാട് ബിസിനസ്സുണ്ട്. കാരണം കേരളത്തിൽ നിന്ന് വളരെ കുറച്ച് ബിസിനസ്സേ ഏത് കമ്പനിക്കും കിട്ടത്തുള്ളൂ. അവർക്ക് ബിസിനസ് കിട്ടുന്നത് മറ്റ് വ്യവസായ ഗ്രൂപ്പുകളിൽ നിന്നും അതുപോലുള്ള സ്ഥാപനങ്ങളിൽ നിന്നും കേരളത്തിന് പുറത്തു നിന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ ആർക്കായിരിക്കും നഷ്ടം? നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് തന്നെ, സർക്കാരിന് തന്നെ. അതായത് വല്ലവരുടെ സേവനം സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കുറഞ്ഞ പക്ഷം അത് അംഗീകരിക്കുകയെങ്കിലും ചെയ്യണം. ഇതാണ് ആദ്യത്തേത്. ഇനി ഇവിടെ ഏതെങ്കിലും ഒരു PR കമ്പനിയുടെ സേവനം ആരെങ്കിലും സ്വീകരിച്ചാൽ ഏതാണ്ട് മഹാപരാധം ചെയ്ത മട്ടിലാണ് കേരളത്തിലെ മാധ്യമപ്രവർത്തകർ പലപ്പോഴും പ്രതികരിക്കുന്നത്. ഇനി ഞാനൊരു സത്യം പറയാം. ഈ പല PR ഏജൻസികളിലും പ്രവർത്തിക്കുന്നത് മുൻ മാധ്യമപ്രവർത്തകർ തന്നെയാണ്. ഞാനിപ്പോൾ കേരളത്തിലെ കാര്യം എടുക്കാം. കേരളത്തിലെ സർക്കാരിൻ്റെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും ഒക്കെ ഏറ്റവും കൂടുതൽ PR കൈകാര്യം ചെയ്യുന്നത് ഒരു മുൻ മാധ്യമപ്രവർത്തകൻ്റെ ഉടമസ്ഥതയിലുള്ള മാധ്യമപ്രവർത്തകരാൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു PR കമ്പനിയാണ്. തിരുവനന്തപുരത്ത്, അതായത് ജനയുഗം, പഴയ PTI, UNI എന്ന് വേണ്ട എല്ലാ തരത്തിലുള്ള കേരളത്തിലെ മലയാള സ്ഥാപനങ്ങൾ, കേരളകൗമുദി, ദേശാഭിമാനി, എല്ലാ മാധ്യമ സ്ഥാപനങ്ങളിലും പ്രവർത്തിച്ചിരുന്ന പല ആൾക്കാരുമാണ് ഈ കമ്പനിയിൽ പ്രവർത്തിക്കുന്നത്. എറണാകുളത്ത് ചെന്ന് കഴിഞ്ഞാൽ പല മാധ്യമപ്രവർത്തകരും കമ്പനിയൊന്നുമില്ല, അവർ സ്വന്തമായിട്ട് PR വർക്ക് ചെയ്യുന്നുണ്ട്, ചെറിയ തുകകൾ വാങ്ങിച്ചുകൊണ്ട് ചെയ്യുന്നുണ്ട്, ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ജോലി നഷ്ടപ്പെട്ട പല മാധ്യമപ്രവർത്തകരുടെയും അവസാന ആശ്രയമാണ് PR കമ്പനികൾ. ഇപ്പോൾ PR കമ്പനികൾക്കെതിരെ ഘോരഘോരം വാദിക്കുന്ന ചില മാധ്യമ ചർച്ചക്കാരുമൊക്കെ ഈ പണി പോയി കഴിയുമ്പോൾ അറിയാം, PR കമ്പനിയുടെ വാതിക്കെ പോയി നിന്ന് താണ് വീണ് കുനിയാൻ പറഞ്ഞാൽ കിടക്കും, നമസ്കരിച്ച് കളയും. അങ്ങനത്തെ ആൾക്കാരുണ്ട് ഇവിടെ. അപ്പം ഇതിൽ പ്രവർത്തിക്കുന്നത് മാധ്യമപ്രവർത്തകർ തന്നെയാണ്. PR കമ്പനികൾക്കും മാധ്യമപ്രവർത്തകരെയാണ് ഇഷ്ടം. എന്താണെന്ന് വെച്ചാൽ കാര്യങ്ങൾ കൃത്യമായിട്ട് ചുരുക്കി എഴുതാനും വ്യക്തമായിട്ട് പറയാനും അതൊക്കെ കഴിവുള്ളവരായിരിക്കും മാധ്യമപ്രവർത്തകർ. ഇത് തെറ്റൊന്നുമല്ല. മാധ്യമപ്രവർത്തകർ അവിടെ പോയി ജോലി ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. കേരളം വിട്ട് കഴിഞ്ഞാൽ പലരും 5 കൊല്ലം PR കമ്പനിയും ജോലി ചെയ്യും. ചിലപ്പം അടുത്ത 5 കൊല്ലം വീണ്ടും തിരിച്ച് മാധ്യമങ്ങളിൽ വരും, വീണ്ടും തിരിച്ചു പോകും. എൻ്റെ ആശാന് ഇതൊരു തെറ്റൊന്നുമല്ല. ശമ്പളം വാങ്ങി ചെയ്യുന്ന എല്ലാ ജോലികളും നല്ലത് തന്നെയാണ്.
അത് മോഷണമല്ലല്ലോ, പിടിച്ചുപറിയല്ലല്ലോ. ഇവിടെ എന്ത് പ്രശ്നം എന്താണെന്നറിയാമോ? ഈ മലയാളിയുടെ ഒരു 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 വ്യാജ അഭിമാനം ഒന്നാമത്തേത്. പിന്നെ മലയാളിക്ക് ഒരു ആത്മവഞ്ചനയുണ്ട്. അതായത് കേരളത്തിലെ ഈ മാധ്യമങ്ങളിൽ വരുന്ന പല വാർത്തകളും എന്തെല്ലാം സ്വാധീനങ്ങളുടെ പുറത്താണ് വരുന്നത്. കേരളത്തിലെ പല മാധ്യമ ഓണർമാരും എത്ര ക്രിമിനൽ കേസിൽ പ്രതികളാണ്. ഇപ്പം റിപ്പോർട്ടർ ചാനൽ എടുത്ത് നോക്കി, അതിൻ്റെ ഉടമസ്ഥന്മാർ മുട്ടിൽ മരമുറി കേസിലെ പ്രതിയാണ്. ഇതുപോലെ എല്ലാ മാധ്യമ മുതലാളിമാരും പല പല കേസുകൾ, അത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത കേസിലൊന്നുമല്ല, തട്ടിപ്പ് കേസിൽ പങ്കെടുത്ത ഒരുപാട് മാധ്യമ മുതലാളിമാർ കേരളത്തിലുണ്ട്. അപ്പോൾ പിന്നെ PR കമ്പനിയെ കുറ്റപ്പെടുത്തിയിട്ട് എന്താണ് കാര്യം? PR കമ്പനി അവരുടെ ജോലി ചെയ്യട്ടെ, മാധ്യമ പ്രവർത്തകർ അവരുടെ ജോലി ചെയ്യട്ടെ. PR കമ്പനികൾ തരുന്ന പ്രസ് റിലീസ് ഞങ്ങൾ എടുക്കില്ല എന്നൊരു തീരുമാനം എടുക്കാനുള്ള തൻ്റെ ഇടം കേരളത്തിലെ ഏതെങ്കിലും മാധ്യമങ്ങൾക്കുണ്ടോ? ഇതൊക്കെ ജനത്തിനെ കളിപ്പിക്കാനായിട്ട് കാണുന്ന ഒരു നിഴൽ യുദ്ധമാണിത്. യഥാർത്ഥ യുദ്ധം നടത്താൻ ആർക്കും ധൈര്യമില്ല. ഇംഗ്ലീഷിൽ പറയുന്ന ഈ ഷാഡോ ബോക്സിങ് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കും. ഇതാണ് ഇവർ ചെയ്യുന്നത്. ഇനി അടുത്ത കാര്യം നോക്കാം. സർക്കാർ എന്തിനാണ് ഈ PR ഏജൻസികളുടെ സഹായം സ്വീകരിക്കുന്നത്? മുഖ്യമന്ത്രിക്ക്, എനിക്ക് തോന്നുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയുടെയൊക്കെ കമ്മ്യൂണിക്കേഷൻസ്, അതായത് ആശയവിനിമയ വിഭാഗത്തിലെ സെക്രട്ടറി റാങ്ക്, സംസ്ഥാനത്തെ പിന്നെ സർക്കാരിലെ സെക്രട്ടറി റാങ്കിന് തുല്യമായ റാങ്കുള്ളവർ തൊട്ട് ഡെപ്യൂട്ടി സെക്രട്ടറി, അഡീഷണൽ സെക്രട്ടറി, അസിസ്റ്റൻറ്റ് സെക്രട്ടറി വരെ റാങ്കുള്ള പലരുമുണ്ട്. മുഖ്യമന്ത്രിക്ക് 2 3 പ്രസ് സെക്രട്ടറിമാരുണ്ട് ഇപ്പോഴും. ഇനി താഴോട്ട് വന്നു കഴിഞ്ഞാൽ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാരുടെ റാങ്കിലുള്ളവരുണ്ടാകും. ഇതൊന്നും കൂടാതെ വേറെ കുറച്ച് പേരെ സമൂഹ മാധ്യമങ്ങൾ നിയന്ത്രിക്കാനായിട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ടാകും. ഇങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പുറത്തുനിന്നുള്ള ഏജൻസികളുടെ സഹായം സ്വീകരിക്കുന്നത്? ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. പക്ഷേ അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ പേഴ്സണൽ സ്റ്റാഫിലേക്ക് ആളിനെ എടുക്കുന്നത് PSC വഴിയോ അതല്ലെങ്കിൽ പിന്നെ കഴിവ് നോക്കിയിട്ടൊന്നുമല്ല, സുതാര്യമായ രീതിയിലുമല്ല. ഇവരൊക്കെ പാർട്ടിക്ക് വേണ്ടി എന്തോ പ്രവർത്തിച്ചെന്ന് പറഞ്ഞിട്ട് കുറേ പേരെ അങ്ങനെ എടുക്കും, കുറേ പേരെ ബാഹ്യ സമ്മർദ്ദത്തിന് വിധേയരായിട്ടെടുക്കും. ഇവർക്കൊന്നും അവരുടെ ജോലി ചെയ്യാൻ അറിഞ്ഞുകൂടാ. ഇവരുടെ ജോലി ചെയ്യാൻ അറിയാമായിരുന്നെങ്കിൽ ഇങ്ങനെ പുറത്തുനിന്നുള്ള ഏജൻസികളുടെ സേവനം വേണ്ടല്ലോ. അപ്പോൾ അവർക്ക് ഇങ്ങനെയുള്ള വ്യക്തികൾക്കൊരു കുഴപ്പമുണ്ട്. ഈ പട്ടിക്ക് പുല്ല് തിന്നുകയും വേണ്ട, പശുവിനെ കൊണ്ട് തീറ്റിക്കത്തുമില്ല. അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട്. എല്ലാ മന്ത്രിമാരുടെ ചുറ്റുമുണ്ട്, രാഷ്ട്രീയക്കാരുടെ ചുറ്റുമുണ്ട്. ഇവരൊക്കെയാണ് ഈ PR ഏജൻസികളുടെ സഹായം സ്വീകരിക്കുന്നത്. ഏതാണ്ട് മഹാപാതകമാണെന്നുള്ള മട്ടിലുള്ളത്. കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവിനും PR ഏജൻസികളുടെ സഹായമില്ലാതെ പ്രവർത്തിക്കുന്നില്ല. ഞാൻ ധൈര്യപൂർവ്വം പറയുകയാണ്. പേരൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ എല്ലാവരും സ്വീകരിക്കുന്നുണ്ട്. അത് ഏറിയും കുറഞ്ഞുമൊക്കെ ഉണ്ട്. ഏതെങ്കിലുമൊക്കെ അവസരത്തിൽ സ്വീകരിക്കുന്നുണ്ട്. ഇതിലൊരു തെറ്റുമില്ല. അവർക്ക് ചെയ്യുന്ന പണിയുടെ കൂലി മാത്രമേ അവർ വാങ്ങിക്കുന്നുള്ളൂ. കേരളത്തിലെ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ഈ സഹായം കിട്ടുന്നുണ്ട്. ഇതൊരു പാതകമൊന്നുമല്ല, ഇത് നിയമവിരുദ്ധമല്ല. ഒരു കോടതിയും ഇങ്ങനൊരു സഹായം സ്വീകരിക്കരുതെന്ന ഒരു ജഡ്ജ്മെൻറ്റും ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കപട വാദങ്ങൾ, ഈ ആത്മവഞ്ചന നിർത്തേണ്ട സമയമായി. നിങ്ങൾ ആരുടെയെങ്കിലും പ്രൊഫഷണൽ സഹായം സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അതിൽ തെറ്റൊന്നുമില്ല. അതുപോലെ തന്നെ ഈ പ്രൊഫഷണൽ ഏജൻസികളാണ് സർക്കാരിൻ്റെ നയം തീരുമാനിക്കുന്നത് വെറുതെ പറയുന്നതാണ്. അങ്ങനെയൊന്നുമില്ല. കാരണം ഈ പ്രൊഫഷണൽ ഏജൻസികൾ ഒരു സർക്കാർ മുഖ്യമന്ത്രി ചുമതലയേറ്റ് കഴിയുമ്പോൾ, അല്ലെങ്കിൽ വേറെ ഏത് പ്രധാനമന്ത്രി ചുമതലയേറ്റ് കഴിയുമ്പോൾ അവരും കൂടെ വരികയും പിന്നീട് പ്രധാനമന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രി രാജി കൊടുക്കുന്നവരെ, അല്ലെങ്കിൽ അവരുടെ കാലാവധി കഴിയുന്നതും വരെ ഇവർ തുടരുകയും ഒന്നും ചെയ്യുന്നില്ല. ഇവർ ചില പ്രത്യേക വർക്കുകൾ, ചില പ്രോജക്റ്റുകൾ മാത്രമാണ് ചെയ്യുന്നത്. അതിനുള്ള പൈസ വാങ്ങുന്നു. യഥാർത്ഥത്തിൽ അവർക്ക് വലിയ ദുരിതമാണ്. കാരണം അവർക്ക് ഒരു ജോലി സുരക്ഷയില്ല. ചെറിയൊരു ഇഷ്ടക്കേട് വന്നാൽ മതി, അവരെ പറഞ്ഞു വിടും. ഈ മുഖ്യമന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയൊക്കെ അല്ലെങ്കിൽ മറ്റു മന്ത്രിമാരുടെയൊക്കെ കൂടെ നിൽക്കുന്ന ഈ പേഴ്സണൽ സ്റ്റാഫുകൾ കാണിക്കുന്ന വിവരക്കേടിനെല്ലാം ബലിയാടാവുന്നത് പലപ്പോഴും ഈ പുറത്തുനിന്ന് വരുന്ന ഈ ഏജൻസികളാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ആരെ കളിപ്പിക്കുകയാണ് ഇതൊക്കെ? ഇത്തരം വിവാദങ്ങൾ അരിയാഹാരം കഴിക്കുന്ന മലയാളികളെ ബുദ്ധിക്ക് നേരെയുള്ളൊരു ചോദ്യചിഹ്നമാണ്. ഇത് വിശ്വസിക്കരുത്. ഇത്തരം കപട വിവാദങ്ങൾക്ക് പിറകിൽ ജനം പുച്ഛത്തോടെ തള്ളിക്കളയണം. ഇതാണ് എൻ്റെ അഭിപ്രായം. അടുത്ത വിഷയമായി വീണ്ടും കാണുന്നതുവരെ നമസ്കാരം.